സാധാരണക്കാരൻ്റെ വാഷിംഗ് മെഷീൻ കണ്ട എത്ര കട്ടിയുള്ള സാധനവും തന്മയത്തോടെയും തിളക്കത്തോടെയും ഉത്തരവാദിത്തോടെയും ചെയ്യാൻ കഴിവുള്ള ഏക വാഷിംഗ് മെഷീനാണ്. നിലവിലുള്ള ഒരു കമ്പനിക്കോ ജപ്പാനോ ജർമ്മനിക്കോ ഒരു രാജ്യത്തിനോ ഇതിനെ കവർ ചെയ്യാനോ തോൽപ്പിക്കാനോ കഴിയത്തില്ല. ഒരു ചാക്കും കുറച്ച് മണ്ണും ഒരു കല്ലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ചന്ദ്രിക സോപ്പും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിച്ച് നേരത്താം. പല സാധനത്തിൻ്റെ ആമ്പിയറെല്ലാം അടിച്ച് പോവും, പലതും കംപ്ലൈൻ്റ് ആവും. പക്ഷേ സാധാരണക്കാരൻ്റെ എറ്റിഎല്ല് കംപ്ലൈൻ്റ് ആവത്തില്ല. പണ്ട് കാലങ്ങളിൽ തോട്ടിൻ്റെ സൈഡിലായിരുന്നു ഏറ്റവും കൂടുതൽ വാഷിംഗ് മെഷീൻ ഉള്ളത്. നിരത്തി വെച്ചുള്ള പരിപാടിയായിരുന്നു. കുളങ്ങൾ, ചിറകൾ ഇതൊക്കെയായിരുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ ആയപ്പോഴത്തേനും എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ ഇടുക, അതിൽ കഴുകുക ഇടുക എന്നല്ലാതെ ആരോഗ്യത്തോടെ ഒരു തുണി കഴുകാനോ കുനിഞ്ഞ് നിന്ന് തെറ്റാനോ ഒന്നും വയ്യ. കുനിഞ്ഞ് നിൽക്കാൻ വയ്യ ആർക്കും. സ്ത്രീകൾക്ക് പരമാവധി നിവർന്ന് നിൽക്കണം, പുരുഷന്മാരെ ഓട്ടിച്ച് മരത്തിൽ കയറ്റണം എന്നാണ്. എല്ലാം അവരെ കയ്യിൽ വിട്ടുകൊടുത്തു. അവസാനം അപൂർവ വീട്ടിലേ ഏറ്റാലേ ഉള്ളൂ. ഇതും വംശം നശിക്കാൻ പോവുക.